ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനോജനാർദ്ദനൻ. ഇന്ന് കിളിമീൻ കൊണ്ട് രുചികരമായിട്ടുള്ള ഒരു കറി തയ്യാറാക്കാം നമുക്ക് കേട്ടോ. ഇത് ചപ്പാത്തി, പൊറോട്ട എന്നീ വിഭവങ്ങൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നമുക്ക് ചോറുണ്ണാനും അതീവ രുചികരമാണ്. അപ്പോൾ കിളിമീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ കിളിമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുടംപുളി കുറച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, 2-3 അല്ലി. പിന്നെ ഒരു അരമുറി നാളികേരത്തിനേക്കാൾ കുറച്ച് കുറവ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ആയതിനു ശേഷം നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. ഇനി കറി വയ്ക്കാനായിട്ട് ഞാനൊരു ഇൻഡാലിയത്തിന് ചട്ടി വെച്ചിട്ട് അതിൽ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഉലുവ ഇട്ട് പൊട്ടിച്ചു. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ. ഇഞ്ചി, പച്ചമുളക് ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് നേരം വഴറ്റിയതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഞാൻ വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലൊരു കളർ വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാല ചേർക്കാം. ഏകദേശം ഇതിവിടെ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ തക്കാളി കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിൽ ഒരു 4-5 മിനിറ്റ് ചെറിയ തീയിലിട്ട് വഴറ്റിയാൽ നല്ല കളറായിട്ട് വരും. ഇപ്പോൾ ഏകദേശം നല്ലൊരു കളറായിട്ട് വന്നിട്ട് ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുകയാണ്. നമ്മുടെ മസാല കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്കും അത് വാരി ചെയ്താൽ മതി. ഇപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചൂടാക്കി തിളപ്പിച്ച് വെച്ചുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ അതിലേക്ക് ചേർത്ത്. പിന്നെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഈ കിളിമീൻ എന്ന് പറയുന്ന മീനിന് തീരെ വേവില്ല. ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വേവുന്നതാണ്. അപ്പോൾ നമ്മളിതൊന്ന് അടച്ചു വെച്ചു. തിള വന്നോട് കൂടിയിട്ട് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനി മീൻ നന്നാക്കി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ വീണ്ടും ഇതൊരു 3 മിനിറ്റ് നേരം ഞാൻ വേവിച്ചിട്ടുണ്ട്. അതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ മീൻ നല്ല രീതിയിൽ വെന്ത് കാണും. ഇനി നമുക്കിതിൻ്റെ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ചെറുതായിട്ട് മീൻ ഉടയാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി തിള വന്നതിന് ശേഷം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വറവ് ചേർക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് കറി ഇറക്കി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമ്മുടെ കിളിമീൻ കറിയിലേക്ക് ഒഴിച്ചാൽ സുന്ദരമായിട്ടുള്ള കറി ഇവിടെ റെഡിയായി. അതീവ രുചികരമായിട്ടുള്ള ഈ കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഞാൻ ജനോജനാർദ്ദനൻ. ബായ്.